അത് മോളെ, നിന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞില്ലേ? ഇനി നിന്റെ കല്യാണക്കാരും വെച്ച് താമസിക്കേണ്ടെന്നാ ഞങ്ങൾക്ക് തീരുമാനം. മാത്രല്ല നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ മോനാണ്. അത് കേട്ടതും വൈകിയുടെ മുഖത്തെ തെളിച്ചം മങ്ങി. എന്താ മോളുടെ അഭിപ്രായം? അത് ചെറിയച്ഛ, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. മോളെ, അതിന് നീ ആ പയ്യനൊന്ന് കണ്ടിട്ട് കൂടെ ഇല്ലല്ലോ. കേട്ടെടുത്തോളം നല്ല ബന്ധമാണ്. ഇല്ല ചെറിയമ്മേ, ഇതിനെ എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. എന്താ മോളെ, മോളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? മോളുടെ മനസ്സിൽ അങ്ങനെ ഒന്നും കാണില്ലെന്നറിയാം, എങ്കിലും ചോദിക്കുക. എനിക്കൊരാളെ ഇഷ്ടമാണ് ചെറിയമ്മേ. അത് പറയാൻ കൂടിയാ ഞാൻ വന്നേ. അത് കേട്ടതും രണ്ടാളുടെയും മുഖം ഇരുണ്ടു. നിങ്ങളോട് മനഃപൂർവ്വം മറച്ചു വെച്ചതല്ല, സമയമാവുമ്പോൾ പറയാം എന്ന് കരുതിയതാണ്. കാശിയെപ്പറ്റിയെല്ലാം അവരോട് പറഞ്ഞു കൊടുത്തു. അവനെപ്പറ്റി കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ മുഖം തെളിഞ്ഞു. എനിക്ക് കാശിയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം. നിങ്ങളെ വേദനിപ്പിച്ച് ഞാൻ ഒരിക്കലും അവൻ്റെ കൂടെ പോവില്ല. പക്ഷേ വേറൊരു ജീവിതത്തിന് ഈ വൈക നിന്നു തരില്ല. പ്രതീക്ഷയോടെ അവൾ അവരെ നോക്കി. മോളെ, നിന്റെ ഇഷ്ടത്തിന് ഇന്നേ വരെ ഞങ്ങൾ എതിർ നിന്നിട്ടില്ലല്ലോ. നിന്റെ സന്തോഷമാ ഞങ്ങൾക്ക് വലുത്. ഇത് നിന്റെ ലൈഫാണ്. നീ പറഞ്ഞു കേട്ടിടത്തോളം നല്ല പയ്യനും കുടുംബവും തെറ്റില്ല. എന്തായാലും അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം. അല്ല രാമേട്ട, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാലോ? അതെ, അവർ വരട്ടെ. മോൾ എന്തായാലും അവൻ്റെ അച്ഛൻ്റെ നമ്പർ താ, ഞാനൊന്ന് വിളിക്കാം. അവർ പറഞ്ഞു കേട്ടതും അവരുടെ കണ്ണുകൾ തിളങ്ങി. താങ്ക് യു ചെറിയച്ഛ. എനിക്കെന്ത് സന്തോഷമായെന്നറിയോ? നിങ്ങളെങ്ങാനും വേണ്ടെന്ന് പറയുമോ എന്ന് പേടിച്ചാ ഞാൻ ചോദിച്ചത്. ഞങ്ങൾക്ക് നിന്റെ സന്തോഷത്തേക്കാൾ വലുതായിട്ട് ഒന്നുമില്ലല്ലോ മോളെ. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സീമ പറഞ്ഞു. അവൾ തിരികെ അവരെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുണ്ടുകൾ ചേർത്തു. തിരികെ റൂമിലെത്തി ഫോൺ എടുത്ത് കാശിയെ വിളിച്ചു. അവളുടെ കോൾ പ്രതീക്ഷിച്ചതുപോലെ ഒറ്റ റിങ്ങിൽ തന്നെ അവൻ കോൾ എടുത്തു. എന്തായി ആമി? അവർ എന്തു പറഞ്ഞു? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കാശി, എൻ്റെ ഇഷ്ടത്തിനെതിരായി അവർക്കൊന്നുമില്ലെന്ന്. എന്ന് വെച്ചാൽ അവർ സമ്മതിച്ചോ? അങ്ങനെ പറയാം. അപ്പോൾ സമ്മതിച്ചില്ലേ? ഓ എൻ്റെ കാശി, അവർക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. അച്ഛനെയും അമ്മയും കൂട്ടി ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരാൻ. വേണേ ഒരു ഒഫീഷ്യൽ പെണ്ണ് കാണലെന്ന് പറയാം. ബെസ്റ്റ്. അപ്പോൾ വന്ന് കണ്ടിട്ട് വേണ്ടെന്ന് പറഞ്ഞാലോ? ഏയ്, അങ്ങനെ പറയുവോ? എൻ്റെ സെലക്ഷൻ അത്ര മോശമൊന്നുമല്ലല്ലോ. അല്ലേലും എൻ്റെ കാശി ആർക്കാ ഇഷ്ടമാവാത്തേ? മതിയടി എന്നെ ഇങ്ങനെ പതപ്പിച്ചത്. നീ ഫോൺ വയ്ക്ക്. ഞാൻ എന്തായാലും അച്ഛനോടും അമ്മയോടും പറയട്ടെ. പിന്നെ വിളിക്കാൻ നിനക്ക്. ശരി കാശി, ബായ്. അതിനടുത്ത ദിവസം തന്നെ കാശിയുടെ വീട്ടിൽ നിന്നും വൈഗയുടെ വീട്ടിലെത്തി. ഒഫീഷ്യലായ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടന്നു. കാശിയെയും വീട്ടുകാരെയും അവളുടെ ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും വളരെ ഇഷ്ടമായി. എന്തുകൊണ്ടും അവൾക്ക് ചേർന്നത് തന്നെയാ അവൾ കണ്ടെത്തിയതെന്ന് അവർക്ക് മനസ്സിലായി. 2 മാസത്തിനുള്ളിൽ എൻഗേജ്മെൻറ്റ് നടത്താമെന്ന് അവർ തീരുമാനിച്ചു. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് വൈഗയ്ക്ക് തോന്നുന്നത്. ഇനി കുറച്ചു നാളുകൾക്കുള്ളിൽ എന്നേക്കുമായി കാശി അവൻ്റെ ആമിയുടെ മാത്രം സ്വന്തമായി തീരും. ഇനിയുള്ള കാത്തിരിപ്പ് അതിനുവേണ്ടിയാണ്. സ്വപ്നം കണ്ട ജീവിതം സ്വന്തമാക്കാനുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിനുമുണ്ടൊരു സുഖം. ഇന്നവളത് തിരിച്ചറിയുന്നു. കാശി തിരികെ ബാംഗ്ലൂർക്ക് പോയി. ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ വിളിയും മറ്റും തകൃതിയായി നടന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വൈക ബാംഗ്ലൂർക്ക് പോയി. 2 പേരും കൂടി അവളുടെ ഗോപിക അങ്കിളിനെയും ഇന്ദു ആൻ്റിയെയും കാത്തുമോളെയും കണ്ട് എൻഗേജ്മെൻറ്റിന് ക്ഷണിച്ചു. പിന്നീട് അങ്ങോട്ട് എൻഗേജ്മെൻറ്റിൻ്റെ തിരക്കുകളായിരുന്നു. കാശിയും ബാംഗ്ലൂരിൽ നിന്ന് തിരികെ എത്തി. അങ്ങനെ നാളെയാണ് ആ ദിനം. അവരുടെ സ്വപ്നം പൂവണിയുന്നതിൻ്റെ ആദ്യപടി കാശിയുടെയും അവൻ്റെ ആമയുടെയും എൻഗേജ്മെൻറ്റ്. തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരുനിഴൽ വീഴാൻ തുടങ്ങുന്നതിൻ്റെ തുടക്കവും അവിടെയാണെന്നറിയാതെ വളരെ ഗ്രാൻഡായിട്ട് തന്നെയാണ് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓഡിറ്റോറിയത്തിലായിരുന്നു ഫംഗ്ഷൻ. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അവർ പരസ്പരം മോതിരങ്ങൾ അണിയിച്ചു. ചുറ്റും കയ്യടികൾ മുഴങ്ങി. വൈഗയുടെ മുഖം സന്തോഷത്താൽ തുടുത്തു. കാശി അവളെ തന്നോട് ചേർത്ത് നിർത്തി. പിന്നെ ഫോട്ടോഷൂട്ടും മറ്റുമായി ആകെ ബഹളമായി. അപ്പോഴാണ് കാശിയുടെ കസിൻസ് എല്ലാവരും കൂടെ ഡാൻസ് ചെയ്യാൻ അവരെ നിർബന്ധിച്ചത്. വൈഗ കാശിയെ നോക്കിയതും കുസൃതി ചിരിയോടെ അവളെ നോക്കി കണ്ണിറുക്കി. അവൾക്ക് നേരെ തൻ്റെ കൈ നീട്ടി അവൾ അവൻ്റെ കയ്യിൽ കൈവച്ചതും എല്ലാ ലൈറ്റുകളും അണഞ്ഞു. സ്റ്റേജിൽ അവരെ ഫോക്കസ് ചെയ്ത് മാത്രം ലൈറ്റുകൾ തെളിഞ്ഞു. ഇരുവരും അവിടെ ഉയർന്ന പാട്ടിനനുസരിച്ച് ചുവടുകൾ വെച്ചു. എല്ലാവരും കണ്ണുകൾ ചിമ്മാതെ അവരെ തന്നെ നോക്കിയിരുന്നു പോയി. ഫംഗ്ഷൻ കഴിഞ്ഞു വന്ന് ഫ്രഷായി അവൾ കാശിയെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോൾ കുറേ വാട്സപ്പ് മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടത്. ഇന്നലെ വന്നതാണ്, തിരക്ക് കാരണം ഒന്നും നോക്കിയിരുന്നില്ല എന്ന് അവൾ ഓർത്തത്. വാട്സപ്പ് ഓപ്പൺ ആക്കിയപ്പോൾ പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നും കുറേയധികം മെസ്സേജസ് വന്നിട്ടുണ്ട്. അവളത് ഓപ്പൺ ആക്കിയതും കുറേ ഫോട്ടോസ് ആയിരുന്നു. ആദ്യം അവളൊന്ന് ഞെട്ടി. കാശിയും ഒരു പെൺകുട്ടിയും കൂടെയുള്ള ഫോട്ടോസ് ആയിരുന്നു. ആ പെൺകുട്ടി കാശിയുടെ കൂട്ടുകാരി വർഷയാണെന്ന് മനസ്സിലായതും അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ഞെട്ടൽ അപ്പോൾ തന്നെ ഇല്ലാതായി. എന്നാലും ഇതാരായിരിക്കും ഫോട്ടോസ് എനിക്ക് അയച്ചത്?
അതുമാത്രമല്ല, എന്തിനായിരിക്കും ഈ ഫോട്ടോസ് തനിക്ക് അയച്ചു തന്നത്? ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു. ഒരു ചിലപ്പോൾ കാശിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വർഷയെ തനിക്ക് അറിയില്ല എന്ന് കരുതി തമാശയ്ക്ക് ചെയ്തതാവുമെന്ന് അവൾ ഓർത്തു. വർഷ എൻഗേജ്മെന്റിന് വന്നില്ലായിരുന്നല്ലോ. അവൾ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും സ്വിച്ച് ഓഫ് വന്നതായിരുന്നു മറുപടി. ഫ്രണ്ട്സ് ആരെങ്കിലും ആവുമെന്ന് കരുതി അവൾ അത് അപ്പോൾ തന്നെ ഇഗ്നോർ ചെയ്തു. മാത്രമല്ല, ഇതിനെപ്പറ്റി കാശിയോടൊന്നും പറയേണ്ടെന്നും അവൾ കരുതി. തൻ്റെ മനസ്സിൽ ഒരു ചെറിയ സംശയമെങ്കിലും തോന്നിയെന്ന് കാശി തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയാണ് പറയണ്ട എന്ന് തീരുമാനിച്ചത്. ഓരോന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് സീമ അവളുടെ റൂമിലേക്ക് വന്നത്. മോള് കിടന്നില്ലായിരുന്നോ? ഞാൻ മോള് കിടന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ഇല്ല ചെറിയമ്മേ. അവർ അവൾക്ക് അരികിലേക്ക് ചേർന്ന് നിന്നു. ചെറിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി മോളെ. എന്തുകൊണ്ടും എൻ്റെ മോൾക്ക് ചേരുന്ന ആളെ തന്നെയാണ് എൻ്റെ മോള് കണ്ടെത്തിയത്. എനിക്കറിയാം കാശി മോളെ എന്തുമാത്രം സ്നേഹിച്ചിരിക്കുന്നു എന്നത്. അതുപോലെ അവൻ്റെ വീട്ടുകാരും മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ മോളെ ജീവനായി കരുതുന്നവരുടെ അരികിലേക്ക് തന്നെയാണല്ലോ മോള് ചെല്ലുന്നത്. ഇതിൽ പരം ഒരു സന്തോഷം എനിക്ക് വേറെയില്ല. എന്ത് ചെറിയമ്മ ഇത്? ദേ കണ്ണൊക്കെ നിറഞ്ഞല്ലോ. എനിക്കറിയാം ചെറിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായെന്ന്. ചെറിയമ്മ പറഞ്ഞത് ശരിയാ. കാശി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ എനിക്ക് കിട്ടിയ എൻ്റെ ഭാഗ്യം തന്നെയാണ് കാശിയും. മോൾക്ക് ഒരിഷ്ടമുണ്ടെന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് പേടിയായിരുന്നു എന്താവുമെന്നോർത്ത്. മോൾക്കായി ദൈവം കരുതി വെച്ചിരിക്കുന്നത് കാശിയെ തന്നെയാണ് മോളെ. അതിന് മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു. എന്നാ മോള് കിടന്നോ? ശരി ചെറിയമ്മേ. സീമ പോയതും അവൾ ഫോണെടുത്ത് കാശിയെ വിളിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്കായി ഇറങ്ങി. അവനുമായി കുറേ നേരം സംസാരിച്ചിരുന്നുവെങ്കിലും അവൾക്ക് വന്ന മെസ്സേജിൻ്റെ കാര്യം മാത്രം അവൾ അവനോട് പറഞ്ഞില്ല. അവൾ ആ മെസ്സേജിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നതായിരുന്നു സത്യം. ദിനങ്ങൾ വീണ്ടും കൊഴിഞ്ഞുകൊണ്ടിരുന്നു. കാശി തൻ്റെ ബാംഗ്ലൂർ ജോലിയിൽ റിസൈൻ ചെയ്ത് നാട്ടിൽ തന്നെ സെറ്റിലായി. അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധമായിരുന്നു. മോളെ വൈകേ. എന്താ ചെറിയമ്മേ? ദേ നിന്റെ ഫോണ് കുറേ നേരമായി ആരോ വിളിക്കുന്നുണ്ട്. ഫോൺ അവളെ ഏൽപ്പിച്ച് സീമ തിരികെ പോയി. ഇതാരാ പരിചയമില്ലാത്ത നമ്പറാണല്ലോ. കുറേ തവണ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും വീണ്ടും ഫോൺ റിങ് ചെയ്തു. അവൾ വേഗം കോൾ എടുത്തു. ഹലോ, വൈകയല്ലേ? അതെ, ഇതാരാ? ഞാൻ വർഷയാണ്. നീ അറിയില്ലേ? വർഷയായിരുന്നോ? എൻ്റെ നമ്പർ എവിടുന്ന് കിട്ടി? അതൊക്കെ കിട്ടി. അല്ല, താൻ എന്താ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിന് വരാഞ്ഞേ? ഞാൻ താൻ വരുമെന്ന് കരുതി. അത് എനിക്ക് വരാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. ഓ സാരമില്ല, കല്യാണത്തിന് ഉറപ്പായും വരണം. താൻ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചത്? അത് എനിക്ക് തന്നെ അർജൻറ്റായിട്ടൊന്ന് കാണണമായിരുന്നു. എന്താടോ കാര്യം? അതൊക്കെ നേരിൽ പറയാം. ഈവനിങ്ങിനൊന്ന് കാണാൻ പറ്റുമോ? ഇവിടെയുള്ള ബീച്ചിൽ വന്നാൽ മതി. ഞാൻ അങ്ങോട്ടേക്ക് വരാം. താൻ വരുമോ? ശരി, ഞാൻ വരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ അവിടെ കാണാം. ഓക്കെ. ഫോൺ കട്ട് ചെയ്തതും അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞു. വർഷയ്ക്ക് എന്തായിരിക്കും ഇത്ര അർജൻറ്റായി പറയാനുള്ളത്? എത്ര ആലോചിച്ചിട്ടും അവൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയില്ല. ഉടൻ അവൾ ഫോണെടുത്ത് കാശിയെ വിളിക്കാനൊരുങ്ങി. അപ്പോഴാണ് അവൻ എന്തോ അർജന്റ് മീറ്റിംഗ് ആയിട്ട് തിരുവനന്തപുരത്താണല്ലോ എന്ന് ഓർത്തത്. ഇപ്പോൾ വിളിച്ചിട്ടും കാര്യമില്ല, കിട്ടില്ല. അവൻ ഇനി രാത്രിയെ തിരികെ എത്തൂ. അവൾ മനസ്സിലായി ഓർത്തു. എന്തായാലും വർഷയെ കാണാൻ തന്നെ അവൾ തീരുമാനിച്ചു. വൈകി ചെല്ലുമ്പോൾ അവളെയും പ്രതീക്ഷിച്ച് വർഷ നിൽപ്പുണ്ടായിരുന്നു. ഹായ് വർഷ. വൈഗ ചിരിയോടെ അവൾക്കരികിലായി ചെന്നു. ഹായ് വൈഗ, ഒത്തിരി നേരമായോ വന്നിട്ട്? ഇല്ല, വന്നതേ ഉള്ളൂ. അല്ല, താൻ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അത് എനിക്കറിയില്ല തന്നോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന്. എന്താ വർഷ, താൻ കാര്യം പറ. ഞാനിപ്പോൾ തന്നോട് ആവശ്യപ്പെടാൻ പോകുന്നത് തൻ്റെ ജീവിതം തന്നെയാണ് വൈഗ. എനിക്ക് തരാൻ കഴിയുമോ? വാട്ട്? വർഷ എന്ത് ഉദ്ദേശിക്കുന്നത്? വൈഗ അരിയിലേക്ക് നീങ്ങി നിന്നു. കാശി. വർഷ പറഞ്ഞു കഴിഞ്ഞതും വൈഗയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കാശിയോ? അതെ, കാശി തന്നെ. എന്നിൽ നിന്നും നീ തട്ടിയെടുത്ത എൻ്റെ പ്രണയം. നീ എന്ത് ഭ്രാന്താണ് പറയുന്നത്? നീ അവൻ്റെ ഫ്രണ്ട് മാത്രമല്ലേ, അല്ലാതെ പ്രണയിനിയല്ലല്ലോ. അതെനിക്കറിയാവുന്നതാണല്ലോ. അങ്ങനെ നിനക്കറിയൂ. എന്നാൽ സത്യം അതല്ല. കാശി എൻ്റെ ആയിരുന്നു. നീ എന്നിൽ നിന്നും അടർത്തി മാറ്റിയ എൻ്റെ പ്രണയം. നീ എന്നും ഞങ്ങൾക്കിടയിൽ വന്നു. അന്നു മുതലാണ് എനിക്ക് അവനെ നഷ്ടമായത്. കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചു വളർന്നവരാ. അതിനോടൊപ്പം ഞങ്ങളുടെ ഇഷ്ടവും വളർന്നു. ആ ഇഷ്ടമില്ലാതായത് നീ അവൻ്റെ ലൈഫിൽ വന്നത് മുതലാണ്. വൈഗ, എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. നീ ചോദിച്ചില്ലേ എന്താ നിങ്ങളുടെ എൻഗേജ്മെൻറ്റിന് ഞാൻ വരാഞ്ഞതെന്ന്? ഞാൻ അറിഞ്ഞിരുന്നില്ല. നിങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം ഒരു ഫ്രണ്ട് പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. നേരത്തെ എല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നോട് നേരത്തെ തന്നെ ഇതെല്ലാം തുറന്നു പറയുമായിരുന്നു. പക്ഷേ വൈകിപ്പോയി. എല്ലാം കേട്ട് വൈഗയ്ക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ഇല്ല, കാശി ഒരിക്കലും അവൻ്റെ ആമിയെ ചതിക്കില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി.
വൈഗ, എനിക്കറിയാം ആർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന്. നിന്റെ വിഷം എനിക്ക് മനസ്സിലാവും. അപ്പോൾ നീ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്നേക്കാൾ എത്രയോ മുൻപ് തൊട്ട് അവനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവളാണ് ഞാൻ. അപ്പോൾ നിനക്ക് ഓർക്കാവുന്നതല്ലേ? മതി, നിർത്ത്. നീ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടുനിന്നു എന്ന് കരുതി എന്തും വിളിച്ചു പറയരുത്. ശരിയായിരിക്കും, നിനക്ക് കാശിയോട് പ്രണയമായിരിക്കും. പക്ഷേ അവൻ്റെ പ്രണയം അത് അവൻ്റെ ഈ ആമിയോട് മാത്രമാണ്. കാശി ഈ ആമിയുടെ മാത്രമാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അന്ന് എൻ്റെ ഫോണിലേക്ക് നീ ആയിരുന്നു അല്ലേ ഫോട്ടോ അയച്ചത്? അല്ല, അത് ചീറ്റിപ്പോയത് കൊണ്ടാവും ഈ വേഷം കെട്ടി ഇറങ്ങിയത്. വൈഗ, കാശി നിന്നെ മാത്രം സ്നേഹിച്ചിരുന്നു എന്നത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഇപ്പോൾ എൻ്റെയും കാശിയുടെയും ഇടയിലുള്ള തടസ്സം നീയാണ് വൈഗ. ആമി കത്തുന്ന നോട്ടം അവൾക്ക് നേരെ നോക്കി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. വൈഗ എന്നുള്ള അവളുടെ വിളി അവഗണിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും നടന്നകന്നു. അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും വൈഗയുടെ ഉള്ളിൽ കലുഷിതമായിരുന്നു. കാശിയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. അസ്വസ്ഥമായ മനസ്സോടു കൂടിയാണ് അവൾ തിരികെ എത്തിയത്. കാശി വിളിച്ചപ്പോഴും തലവേദന എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി. ആ രാത്രി എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. രാവിലെ അവൾ താഴെ ചെല്ലുമ്പോൾ രാമനാഥൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കപ്പ് ചായയുമായി സീമ അങ്ങോട്ടേക്ക് വന്നു. അല്ല, മോൾ ഇന്ന് നേരത്തെയാണല്ലോ. ഇന്നലെ ഉറങ്ങിയില്ലേ? മുഖമെല്ലാം വല്ലാതിരിക്കുന്നേ. അത് ഇന്നലത്തെ തലവേദന കൊണ്ടാ. കുഴപ്പമില്ല ചെറിയമ്മേ, ഞാൻ മോൾക്ക് ഇപ്പോൾ ചായ എടുക്കാം. ആ ചെറിയമ്മേ, എനിക്കൊന്ന് കാശിയുടെ വീട് വരെ പോകണം. കല്യാണക്കുറിയുടെ ഡിസൈൻ ഫൈനൽ ചെയ്യാനാണ്. അതിനെന്താ മോളെ, പോയിട്ട് വാ. ഞാൻ കൊണ്ടുവിടണോ മോളെ? വേണ്ട ചെറിയച്ച, ഞാൻ വണ്ടി എടുത്തോളാം. ശരി മോളെ. അവൾ തിരികെ റൂമിൽ വന്ന് ഫോൺ എടുത്ത് കാശിയെ വിളിച്ചു. ഹലോ ആമി, ഇത്ര രാവിലെ എന്താ? എനിക്ക് നിന്നെ ഒന്ന് കാണണം. അതിനെന്താ, വരാലോ. എവിടെയാ വരേണ്ടത്? ഞാൻ വീട്ടിലോട്ട് വന്നോളാം. കാശിയുടെ അച്ഛനും അമ്മയും കല്യാണത്തിന് പോയിരിക്കുമല്ലേ? അവർ ഇപ്പോൾ ഇറങ്ങി. ഇവിടെ നിന്ന് നല്ല ദൂരമില്ലേ അങ്ങോട്ടേക്ക്? ശരി എന്നാ, ഞാൻ ഫോണ് വെക്കുവാ. എന്തേലും പ്രോബ്ലം ഉണ്ടോ ആമി? നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. ബാക്കിയെല്ലാം അവിടെ വന്നിട്ട് പറയാം. എന്നാ ശരി ആമി, നീ വാ. കാശിയുടെ അടുത്തേക്ക് പോകുമ്പോഴും അവളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവളെ അലട്ടിക്കൊണ്ടിരുന്നു. കാശിക്ക് മാത്രം ഇനി തൻ്റെ മനസ്സിലെ ആകുലതകൾ അകറ്റാൻ കഴിയൂ എന്ന് അവൾക്കറിയാമായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ അവനെ കൊണ്ടേ കഴിയൂ. വൈകി കാശിയുടെ വീട്ടിലെത്തി ബെല്ലടിക്കാൻ തുടങ്ങിയതും വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പതിയെ ഡോറ് തുറന്നതും ഒരു നിമിഷം അവൾ തടഞ്ഞു നിന്നു. അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് അവൾ അറിഞ്ഞു. അവളുടെ കണ്ണുകൾ തോരാത്ത പേമാരി പോലെ പെയ്തിറങ്ങി.